ഇൻസ്പെക്ടർ, ഈ ജുവലറി ഷോപ്പ് കൊള്ളയടിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാനാവില്ല. ഇടിക്കവനെ. ചേട്ടായി ഒരു മത്തങ്ങ എടുത്തേക്ക്. ദാ പിടിച്ചോ പെങ്ങള്, നല്ല ഒന്നാം തരം മത്തങ്ങ. ഓടിക്കോ. കയ്യിലുള്ള കാശെടുക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചോ, പക്ഷേ കാശ് ഞാൻ ഒരിക്കലും തരില്ല. വിടന്നെ, വിടു വിടു, എന്നെ വിടൂ, വിടൂ. എടാ ദാ നോക്കിയേ, റോബോട്ട് ആൾക്കാരെ കൊള്ളയടിക്കുന്നു. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കൊള്ളയടിക്കുമ്പോ ഏതായാലും ആരും കെട്ടിപ്പിടിക്കില്ലല്ലോ. എന്ത് പറ്റി, നിനക്ക് ഷോക്ക് അടിച്ചോ? അയ്യോ അമ്മച്ചി, അല്ല ഭയങ്കര തണുപ്പുണ്ട്. ഓഹോ, ഇവൻ ഹണിയെ തണുപ്പിച്ച് കൊല്ലാറാക്കി. ഇനി ഈ കള്ളനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവൂ. വാ, അറ്റാക്ക് ചെയ്യാ. നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്യുന്നാണോ? എല്ലാത്തിനും ഞാൻ കെട്ടിപ്പിടിക്കും. ഇതൊരു വല്ലാത്ത കള്ളനാണല്ലോ. ഇത് വല്ലാത്ത തണുപ്പാണ്. പിന്നെ ഞാൻ എന്തുവാ പറഞ്ഞത്, ചൂടാണെന്നാണോ? ഇവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഐസാവും. വേഗം വടി കൊണ്ടാങ്ങാൻ അടിക്ക്. ഇവനെ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കൊച്ചളിയ, ആദ്യമായിട്ടാണ് ഒരു കള്ളൻ കൊള്ളയടിച്ചതിന് ശേഷം നമ്മുടെ കൺമുമ്പിൽ കൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. അതെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഈ പോപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം അതാരാണെന്ന്. സംശയമുണ്ടോ? പറക്ക് പോപ്പട്ടെ, പറക്ക്. പോപ്പട്ടെന്തായാലും അവന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ, സംശയമുണ്ടോ? അതിലൊരു സംശയമില്ല. പക്ഷെ റോബോട്ടിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു? ഈ റോബോട്ട് എന്തിനാ മോഷ്ടിക്കുന്നേ? മാത്രമല്ല അത് തണുക്കുന്നത് എങ്ങനെയാണ്? എന്റെ അമ്മോ, രസയ്ക്ക് പോലും ഉണ്ടാവില്ല ഇത്രയും തണുപ്പ്. റോബോട്ടിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് വാടാ. സോറി പാർട്ണർ, സോറി. ഇത് റോബോട്ട് അല്ലല്ലോ, ഇതൊരു മനുഷ്യൻ തന്നെയാ. സംശയമുണ്ടോ? എന്റെ പാർട്ണറെ, 7 ചെയിനുകൾ, 12 പേഴ്സുകൾ, 6 ലേഡി ബാഗ്സ്. ഇന്ന് മൊത്തത്തിൽ കോളാണല്ലോ. നാളെ മറ്റൊരിടത്ത് പോയി കൊള്ളയടിക്കാം. എന്ത് പറയുന്നു? അല്ല, ഇത് ട്രയൽ മാത്രമാണ്. നാളെ നമ്മൾ ജംഗ്ഷനിലുള്ള വലിയ ജുവലറി കൊള്ളയടിക്കും.
ആഹാ കൊള്ളാലോ. ആ വലിയ ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതകാലം മുഴുവൻ കൊള്ളയടിക്കേണ്ടി വരില്ല. പക്ഷെ നിനക്ക് ഈ റോബോട്ടിന്റെ ഐഡിയ ഇത് എവിടെന്നാ കിട്ടിയത്? നീ സ്യൂട്ട് എങ്ങനെയാ ഉണ്ടാക്കിയത്? ഇലക്ട്രീഷ്യൻ ആണ്. ഫ്രിഡ്ജ് റിപ്പയർ ചെയ്യുകയായിരുന്നു ഞാൻ. എന്റെ നാട്ടിലെ ഏറ്റവും നല്ല ഫ്രിഡ്ജ് റിപ്പയറർ ഞാനായിരുന്നു. എല്ലാവരും എന്നെ മിസ്റ്റർ ഫ്രിഡ്ജ് എന്നാണ് വിളിച്ചിരുന്നത്. മിസ്റ്റർ ഫ്രിഡ്ജോ? കാശിനോട് കൂടുതൽ ഇഷ്ടം തോന്നിയപ്പോൾ ഈ സൂട്ട് ഉണ്ടാക്കി. ഫ്രിഡ്ജിനെ പോലെ തന്നെ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അപ്പൊ ഈ സൂട്ട് നന്നായി തണുക്കും. ഇതിന്റെ ടെമ്പറേച്ചർ ഞാൻ -15 വെച്ചിട്ടുണ്ട്. ഓ അപ്പൊ അകത്ത് നിൽക്കുന്ന നിനക്ക് തണുപ്പടിക്കില്ലേ? ഇല്ല, ഒരിക്കലുമില്ല. ഇതൊരു തലതിരിഞ്ഞ ഫ്രിഡ്ജാണ്. പുറത്ത് നല്ല തണുപ്പുണ്ടായിരിക്കും, അകത്ത് നോർമലാണ്. അപ്പൊ ശ്വാസം എങ്ങനെ എടുക്കും? നോക്ക്, ചെവിയുടെ അടുത്തൊരു ഹോളുണ്ട്. അതിലൂടെ വായു കേറും. നാളെ ടെമ്പോയുമായി തയ്യാറായി നിന്നോ. എല്ലാ ജുവലറിയും കാലിയാക്കി നമ്മൾ അടുത്ത നഗരത്തിലേക്ക് പോകും. എല്ലാരും കരുതും ഇത് ചെയ്തത് ഏതോ റോബോട്ടാണെന്ന്. നമ്മുടെ പോപ്പട്ട് ഇതുവരെ തിരിച്ചു വന്നില്ലല്ലോ. ഈ കള്ളനായ റോബോട്ട് ശരിക്കും ഒരു തന്ത്രശാലി തന്നെയാണ്. ഈ റോബോട്ടിനെ ആരാ ഉണ്ടാക്കിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ? ആ. ആ. അത് റോബോട്ടല്ല, ഒരു മനുഷ്യനാണ്. സംശയമുണ്ടോ? എന്താ മനുഷ്യനാണെന്നോ? അവനെ നമുക്ക് പിടിക്കണം. അവനെ പിടിക്കാം. നാളെ അവൻ ജംഗ്ഷനിലുള്ള ജ്വല്ലറി ഷോപ്പ് കൊള്ളയടിക്കാൻ പ്ലാൻ ഇട്ടിരിക്കുകയാണ്. നാളെ യന്ത്രമനുഷ്യൻ ജ്വല്ലറി ഒന്ന് കൊള്ളയടിച്ചിട്ട് പോവും. ഐസ് ആവുന്നുള്ള പേടി കൊണ്ട് നമുക്ക് അയാളെ പിടിക്കാനും പറ്റില്ല. പിടിക്കാം. അതിനുവേണ്ടി നമുക്ക് 8 കാലികളുടെ സഹായം വേണ്ടിവരും. മാത്രമല്ല നമ്മൾ വേഷവും മാറണം. എങ്കിലും അവനെ നമ്മളെ മനസ്സിലാവാതിരിക്കൂ. ഇൻസ്പെക്ടർ പാണ്ഡയെ കൂടെ വിളിക്കണം. സ്പൈഡർ, നിന്റെ ടീം തയ്യാറല്ലേ? ഹോയ് ഹോയ് ഹോയ്, എല്ലാരും തയ്യാറാണ്. ഞങ്ങൾ അവനെ പിടിക്കുമ്പോ നീ അവന്റെ ചെവിക്കകത്തോട്ട് കയറണം. അപ്പൊ അവൻ ശരിക്ക് പേടിച്ച് പുറത്തേക്ക് വരും. ശരി ആയിക്കോട്ടെ. എപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. അവന് ഭയങ്കര തണുപ്പാണ്. നമ്മൾ എങ്ങനെ അവനെ പിടിക്കുക? പേടിക്കണ്ട, നല്ല കയറുപേശ അവനെ നമുക്ക് പിടികൂടാം. പിന്നീട് എല്ലാത്തിനും നമുക്ക് അവനെ ലോക്ക് ചെയ്യാം. പിന്നെ ആ കള്ളന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ആ കള്ളൻ അതിന് വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോഴേ അഭിനയിക്കുന്നത്? വേഷം വിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ക്യാരക്ടറായിട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യം ഒരു കള്ളനെ പിടിക്കാൻ പോയപ്പോൾ അബദ്ധം പറ്റിയതാണ്. ഇപ്രാവശ്യം അത് സംഭവിക്കാൻ പാടില്ല. ക്യാരക്ടർ ഓക്കെയാണ്, പക്ഷെ എല്ലാരും അവരുടെ പൊസിഷനിൽ നിൽക്കണം. കള്ളൻ എപ്പോ വേണമെങ്കിലും വന്നേക്കാം. ഇത് 2 ലക്ഷം രൂപയുടെ മാലയാണ് സാർ. പോപ്പട്ടിനെ മുളക് കഴിക്കാൻ പഠിപ്പിക്കണ്ട. ഇതിന് ഭയങ്കര വിലയാണ്. വേറെ മാലയുണ്ടാ? നീ ഇപ്പൊ മാല അങ്ങ് ശരിക്കും വാങ്ങാൻ പോവാണോ? ഇത് വാങ്ങിയാ മതി. സംശയമുണ്ടോ? വരണം സാർ, ജുവലറിയിലേക്ക് സ്വാഗതം. കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നത്. സാർ ഇത് എങ്ങോട്ടാ പോകുന്നേ? നല്ല കളക്ഷനൊക്കെ ഇതാ ഇവിടെയാ ഉള്ളത്. വരൂ സാർ, മാർക്ക ജ്വല്ലറിക്ക് സ്വാഗതം. നിങ്ങൾ എന്തിനാ വെറുതെ എന്റെ ക്യാരക്ടറിന്റെ സ്റ്റൈലിൽ പറയുന്നത്? ഞാനല്ലേ കന്നത്തറായിട്ട് വേഷിട്ടിരിക്കുന്നേ. നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറിന്റെ സ്ലാങ്ങിൽ പറഞ്ഞാ മതി. ഇൻസ്പെക്ടർ പാണ്ഡ, കേട്ടോ? ഇൻസ്പെക്ടർ, ഈ ജുവലറി ഷോപ്പ് കൊള്ളയടിക്കുന്നതിൽ നിന്നും എന്നെ ആർക്കും തടയാനാവില്ല. പിടിക്കവനെ. പിടിച്ചോ. സ്പൈഡർ അറ്റാക്ക്. സ്പൈഡർ, അവന്റെ ചെവിയിലേക്ക് ചാടി കയറ്. അയ്യോ ഭയങ്കര തണുപ്പാണ്. പിന്നെങ്ങനെയാ ചെവി വരെ എത്തുന്നത്? ഐഡിയ. സ്പൈഡർ, ഈ 2 ചുവരുകൾക്ക് നടുവിൽ ഒരു വല കെട്ട്.
ഇനി എല്ലാരും ഇങ്ങോട്ട് വാ. അയ്യോ കേറി കേറി 8 കാലി കേറി 8 കാലി കേറി 8 കാലി കേറി അയ്യോ 8 കാലി 8 കാലി 8 കാലി കേറി 8 കാലി 8 കാലി 8 കാലി കേറി 8 കാലി കേറി അയ്യോ അയ്യോ 8 കാലി കേറി 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 അയ്യോ 8 കാലി കേറി കെട്ടിപ്പിടിക്കാൻ നിനക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? നീ സ്വയം കെട്ടിപ്പിടിക്കുക. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് ഓവറായി പോയെന്നാണ്. ഇവനെ അറസ്റ്റ് ചെയ്യൂ ഇൻസ്പെക്ടർ പാണ്ട. കളിക്ക് ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ചത് നിങ്ങൾ നടത്തി തന്നു കുട്ടികളെ. താങ്ക് യു.